യുഎസ് ഗവൺമെന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇറാനിലെയും മിഡിൽ ഈസ്റ്റിലെ സംഘർഷ മേഖലകളിലെയും ദൃശ്യങ്ങൾ അനിശ്ചിതകാലത്തേക്ക് ലഭ്യമാക്കില്ലെന്ന് സാറ്റലൈറ്റ് ഇമേജിംഗ് സ്ഥാപനമായ പ്ലാനറ്റ് ലാബ്സ് അറിയിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച കാലിഫോർണിയ ആസ്ഥാനമായുള്ള പ്ലാനറ്റ് ലാബ്സ് ഉപഭോക്താക്കൾക്ക് അയച്ച ഇമെയിലിലാണ് ഈ തീരുമാനം അറിയിച്ചത്. സംഘർഷ മേഖലയിലെ ചിത്രങ്ങൾ അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞുവെക്കാൻ യുഎസ് ഗവൺമെന്റ് എല്ലാ സാറ്റലൈറ്റ് ഇമേജറി ദാതാക്കളോടും ആവശ്യപ്പെട്ടതായി കമ്പനി പറഞ്ഞു. മിഡിൽ ഈസ്റ്റിന്റെ ചിത്രങ്ങൾക്ക് പ്ലാനറ്റ് ലാബ്സ് കഴിഞ്ഞ മാസം ഏർപ്പെടുത്തിയ 14 ദിവസത്തെ നിയന്ത്രണത്തിന്റെ വിപുലീകരണമാണ് ഈ നടപടി. യുഎസിനും സഖ്യകക്ഷികൾക്കുമെതിരെ ആക്രമണം നടത്താൻ ശത്രുക്കൾ ഇത് ഉപയോഗിക്കുന്നത് തടയാനാണ് ഈ നീക്കമെന്ന് കമ്പനി പറഞ്ഞു. മാർച്ച് 9 മുതലുള്ള ചിത്രങ്ങൾ തടഞ്ഞുവെക്കുമെന്നും സംഘർഷം അവസാനിക്കുന്നത് വരെ ഈ നയം പ്രാബല്യത്തിൽ തുടരുമെന്നും പ്ലാനറ്റ് ലാബ്സ് അറിയിച്ചു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഇതിന് മറുപടിയായി ഇസ്രയേലിനും സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവയുൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ യുഎസ് താവളങ്ങൾക്കും നേരെ ടെഹ്റാൻ ആക്രമണം നടത്തിയതോടെ സംഘർഷം മേഖലയിൽ വ്യാപിച്ചു. യുഎസ് ശത്രുക്കളിൽ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വാണിജ്യ ചിത്രങ്ങൾ ഇറാൻ ഉപയോഗിക്കുന്നുണ്ടാകാമെന്ന് ചില ബഹിരാകാശ വിദഗ്ധർ പറയുന്നുണ്ട്. എത്തിപ്പെടാൻ പ്രയാസമുള്ള സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കുന്ന പത്രപ്രവർത്തകർക്കും അക്കാദമിക് വിദഗ്ധർക്കും സാറ്റലൈറ്റ് ചിത്രങ്ങൾ സഹായകരമാണ്. ധാരാളം എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുകയും ഗവൺമെന്റുകൾക്കും കമ്പനികൾക്കും മാധ്യമങ്ങൾക്കും പതിവായി പുതുക്കിയ ചിത്രങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന പ്ലാനറ്റ് ലാബ്സ് കൂടുതൽ പ്രതികരണത്തിനുള്ള അഭ്യർത്ഥനയോട് പ്രതികരിച്ചിട്ടില്ല. രഹസ്യാന്വേഷണ സംബന്ധമായ കാര്യങ്ങളിൽ പ്രതികരിക്കില്ലെന്ന് പെന്റഗൺ അറിയിച്ചു. സുരക്ഷാ ഭീഷണി ഉയർത്തുന്നില്ലെന്ന് കരുതുന്ന ചിത്രങ്ങളുടെ നിയന്ത്രിത വിതരണത്തിലേക്ക് തങ്ങൾ മാറുമെന്ന് പ്ലാനറ്റ് ലാബ്സ് ഉപഭോക്താക്കൾക്ക് അയച്ച ഇമെയിലിൽ പറയുന്നുണ്ട്. പുതിയ സംവിധാനത്തിന് കീഴിൽ അടിയന്തരവും മിഷൻ ക്രിട്ടിക്കലുമായ ആവശ്യങ്ങൾക്കോ പൊതു താൽപര്യത്തിനോ വേണ്ടി കേസ് ബൈ കേസ് അടിസ്ഥാനത്തിൽ പ്ലാനറ്റ് ലാബ്സ് ചിത്രങ്ങൾ പുറത്തുവിടും. ഇത് അസാധാരണമായ സാഹചര്യങ്ങളാണ്. ഞങ്ങളുടെ എല്ലാ പങ്കാളികളുടെയും ആവശ്യങ്ങൾ സന്തുലിതമാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നാണ് കമ്പനി പറഞ്ഞത്. മുമ്പ് മാക്സർ ടെക്നോളജീസ് എന്നറിയപ്പെട്ടിരുന്ന വാൻഡർ എന്ന വാണിജ്യദാതാവ് തങ്ങളെ യുഎസ് ഗവൺമെന്റ് ബന്ധപ്പെട്ടിട്ടില്ലെന്ന് റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ സമയത്ത് മെച്ചപ്പെട്ട ആക്സസ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനുള്ള അവകാശം വാൻഡർ വർഷങ്ങളായി നിലനിർത്തുന്നുണ്ടെന്നും നിലവിൽ മിഡിൽ ഈസ്റ്റിന്റെ ചില ഭാഗങ്ങളിൽ അവ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും കമ്പനി വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു. യുഎസ് സൈന്യവും അവരുടെ സഖ്യകക്ഷികളും സജീവമായി പ്രവർത്തിക്കുന്ന മേഖലകളിലെയും ശത്രുക്കൾ സജീവമായി ലക്ഷ്യമിടുന്ന പ്രദേശങ്ങളിലെയും പുതിയ ചിത്രങ്ങൾ അഭ്യർത്ഥിക്കുന്നതിനോ നിലവിലുള്ള ചിത്രങ്ങൾ വാങ്ങുന്നതിനോ ഉള്ള നിയന്ത്രണങ്ങൾ ഇതിൽ ഉൾപ്പെടാമെന്ന് വക്താവ് പറയുന്നുണ്ട്. റോയിട്ടേഴ്സ് ബന്ധപ്പെട്ട മറ്റൊരു വാണിജ്യദാതാവായ ബ്ലാക്ക് സ്കൈ ടെക്നോളജി പ്രതികരണത്തിനുള്ള അഭ്യർത്ഥനയോട് ഉടൻ പ്രതികരിച്ചില്ല.